ഹായ് ഫ്രണ്ട്സ്, സാബിയുടെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം OTT റിലീസ് ചെയ്ത സിനിമ നിങ്ങൾക്ക് ഒരു മലയാളം കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. 2023 തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയായിരുന്നു. പക്ഷേ OTT റിലീസൊക്കെ കുറേ വൈകി ഇപ്പോഴാണ് റിലീസ് ചെയ്ത മറ്റൊരു മാക്സ് റിലീസ് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ പേര് വരുന്നത് മഹാറാണി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നമ്മുടെ ജോണി ആന്റണി, ഷൈൻ ടോം ചാക്കോ, റോഷൻ മാത്യു, ഹരിശ്രീ അശോകൻ, ജാഫർ ഇടുക്കി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന സിനിമയാണ്. പിന്നെ ഒരുപാട് പേരുണ്ട്, ഒരുപാട് കഥാപാത്രങ്ങൾ ഇതിൽ വരുന്നുണ്ടെന്നുള്ളതാണ്. ബാലു വർഗീസൊക്കെ ഉണ്ട്. നല്ലൊരു കോമഡി മൂവി പ്രതീക്ഷയാണ് സിനിമ കാണാതിരുന്നത്. പക്ഷെ എന്തൊക്കെയോ തട്ടിക്കൂട്ടലായിരുന്നു സത്യം പറയുകയാണെങ്കിൽ. അബദ്ധം സിനിമ തന്നെ പറയാം. 2 മണിക്കൂർ 5 മിനിറ്റ് ഉണ്ട് സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ എന്നുള്ളത്. എവിടുന്നൊക്കെയോ തുടങ്ങി എവിടേക്കോ കൊണ്ടുവച്ച് അവസാനിപ്പിച്ചതുപോലെയൊക്കെ ഫീൽ ചെയ്ത സിനിമ എന്നുള്ളത്. അതിൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. ഷൈൻ ടോം ചാക്കൊക്കെ വെറുതെ ക്യാമറ ഇവിടെ വെച്ചിട്ട് അതിൻ്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുക. വെറുതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. ഡയലോഗ്സ് ഒന്നും മനസ്സിലാവുന്നില്ല പറയുന്നത്. BGM ഭയങ്കര BGM വർക്കുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ സംസാരിക്കുന്നതൊന്നും ക്ലിയർ ആവുന്നില്ല. അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. ടെക്നിക്കൽ സൈഡ് ആയാലും ഡയലോഗ്സ് ആയാലും പിന്നെ ഡബ്ബിംഗ് ഒക്കെ അബദ്ധമായി തോന്നി. പിന്നെ പാട്ടുകൾ നന്നായിരുന്നു തോന്നുന്നു. ആ ഒരു രസകരമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പാട്ടുകളൊക്കെ രസമുണ്ടായിരുന്നു. പിന്നെ പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസുള്ള ഹരിശ്രീ അശോകൻ്റെ പെർഫോമൻസ് ആയിരുന്നു. ഹരിശ്രീ അശോകൻ കുറഞ്ഞ സീനുകളേ ഉള്ളൂ, പക്ഷേ ഹരിശ്രീ അശോകൻ്റെ പെർഫോമൻസ് കിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ ജോണി ആന്റണിയുടെ പെർഫോമൻസ് നന്നായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് വെറുപ്പിച്ചത് ഷൈൻ ടോം ചാക്കോയുടെ പെർഫോമൻസ് ആയിരുന്നു. അതുകൂടാതെ റോഷൻ മാത്യു കുഴപ്പമില്ലായിരുന്നു, പക്ഷേ അവസാനത്തേക്ക് കൈവിട്ടു പോകുന്ന പോലെ തോന്നി. ആ ഒരു ക്യാരക്ടർ അവസാനത്തേക്ക് കൈവിട്ടു പോകുന്ന പോലെയൊക്കെ തോന്നി. എന്തായാലും വെറുതെ സമയം ഉണ്ടെങ്കിൽ പോലും കാണാൻ ഞാൻ പറയുന്ന എന്താ പറയുക റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിനിമയായിട്ട് ഈ സിനിമയെ കണക്കാക്കാൻ പറ്റില്ല. എനിക്ക് അത്രയും എന്താ പറയുക സിനിമ കണ്ടിട്ട് എനിക്ക് വെറുതെ സമയം പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. 2 മണിക്കൂർ 5 മിനിറ്റാണ്. ഇത് കുറച്ച് ദിവസം മുമ്പേ വേറൊരു റാണി ഇറങ്ങിയിരുന്നു, അതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ വേറൊരു റാണി. ഈ റാണിമാരെല്ലാവരും നമുക്കിട്ട് പണി തരികയാണെന്നാണ് തോന്നുന്നത്. ആ രീതിയിലായിരുന്നു സിനിമയുടെ പോക്ക് എന്നുള്ളത്. 2 മണിക്കൂർ കൂടുതൽ തന്നെ ഒരു സിനിമയുടേതായിരിക്കും. ഭയങ്കര ലാഗായിരുന്നു. ലാഗ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ കാട്ടിക്കൊടുത്തത്. കുറേ ഞാൻ സത്യം പറഞ്ഞാൽ നല്ല കോമഡി പ്രതീക്ഷിച്ചു, പക്ഷേ ട്രാജഡി ആയിപ്പോയി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ സിനിമ ഇതിനോടകം തന്നെ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ശ്രമിക്കാം. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടുമായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് എഴുതുന്നതായിരിക്കും.